ഓം ശാന്തി. സൂര്യമുഖി എന്നൊരു രാജ്യത്ത് വീരരാജസിംഹ എന്നു പേരുള്ള ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തലയിലെപ്പോഴും നല്ലൊരു കിരീടമുണ്ടായിരുന്നു. അത് കേവലം സ്വർണത്തിൻ്റെതായിരുന്നില്ല. പകരം ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയും അവരുടെ വിശ്വാസവും അവരുടെ സുരക്ഷയുടെയും പ്രതീകമായിരുന്നു. ആ കിരീടം അദ്ദേഹത്തിന് തൻ്റെ പിതാവിൽ നിന്നും പരമ്പരാഗതമായി ലഭിച്ചതല്ല. പകരം കഠിനമായ തപസ്സിലൂടെ, അതുപോലെ യുദ്ധങ്ങളിലൂടെ, ജനസേവനത്തിലൂടെയാണ് അദ്ദേഹം അത് കരസ്ഥമാക്കിയത്. അപ്പോൾ ആ വീരരാജ് മനസ്സിലായിരുന്നു, സ്ഥൂലമായിട്ടുള്ള ഒരു കിരീടം ധരിക്കുക എന്നുള്ളത് എളുപ്പമാണ്. പക്ഷേ ആ ധരിച്ച കിരീടം ശിരസിൽ നിന്നും പോകാതെ അത് സൂക്ഷിക്കുക എന്നുള്ളത് കഠിനമായ കാര്യം തന്നെയാണ്. ഓരോ ദിവസവും അദ്ദേഹം തൻ്റെ രാജ്യത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ പരിപാലിച്ചു. രാജ്യകാര്യങ്ങളിലെല്ലാം അദ്ദേഹം വ്യാപൃതനായിരുന്നു. തൻ്റെ രാജ്യത്തെ കൃഷിക്കാരുടെ പരവശതകൾ, ഇവിടെ ആവലാതികൾ അതെല്ലാം കേൾക്കുകയും സൈനികരോടൊപ്പം പോയി നിന്നുകൊണ്ട് യുദ്ധം അഭ്യസിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്താണ് അതെല്ലാം അവരുടെ കൂടെ നിന്ന് മനസ്സിലാക്കി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി തന്നെ രാജാവ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം രാജാവിൻ്റെ പുത്രനായ ആര്യമൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛാ, ഞാനിപ്പോൾ ഈ കിരീടം പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കാലം അങ്ങ് ഈ രാജ്യത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു, റെസ്റ്റ് എടുക്കാതെ ജോലിയെടുത്തു. ഇനി കുറച്ചു കാലം അങ്ങ് വിശ്രമിച്ചാലും രാജ്യകാര്യങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ നിർവഹിച്ചു കൊള്ളാം. ഇത് കേട്ട് രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കിരീടം ഒരു തളികയിൽ വെച്ച് തൻ്റെ മകനെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, ശരി, ഈ കിരീടം എടുത്തുകൊള്ളു. ഈ കിരീടം എടുത്തുകൊള്ളു. പക്ഷെ എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ കിരീടം ഒരു കാരണവശാലും താഴെ വീഴരുത്. എന്തൊക്കെ ചെയ്താലും കിരീടം താഴെ വീഴാതെ നോക്കിക്കൊള്ളുക. ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടമാണ്. ഇത് കേട്ട് വളരെയധികം അഭിമാനം, ശരി, അതിന് കുഴപ്പമെന്തോ, ഒരു കിരീടമല്ലേ, താഴെ വീഴാൻ നോക്കാൻ എനിക്കറിയാം എന്നുള്ള ആ ഒരു ഭാവത്തോടെ, നിസ്സാര ഭാവത്തോടു കൂടി ആ കുട്ടി അത് സ്വീകരിച്ചു. എന്നാൽ രാജാവ് നിർദ്ദേശം കൊടുത്തു, ഈ കിരീടം ധരിച്ചുകൊണ്ട് നീ ഒറ്റയ്ക്ക് ഒരു കാട്ടിലേക്ക് പോകണം. അവിടെ നീ ഈ കിരീടം ധരിച്ചുകൊണ്ട് തന്നെ കാട്ടിൽ നായാട്ട് നടത്തണം. നിനക്ക് വേണ്ടുന്ന ആഹാരം നീ തന്നെ കണ്ടെത്തണം. ഗ്രാമത്തിൽ പോയി അവിടെ രോഗികളെല്ലാം സഹായിക്കണം. ആർക്കൊക്കെയാണോ എന്തൊക്കെ ആവശ്യങ്ങളുള്ളത് അതൊക്കെ നിറവേറ്റി കൊടുക്കണം. ഇത് നീ നിർവഹിച്ചേ പറ്റും. ഇത് കേട്ട് യുവരാജൻ ആ കിരീടവും എടുത്തുകൊണ്ട് അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് അത് പാലിക്കാൻ യാത്രയായി. അപ്പൊ ദിവസം മുഴുവനും അദ്ദേഹത്തിന് പല പല ജോലികളിൽ വ്യാപൃതനാകേണ്ടി വന്നു. ശ്രദ്ധ മുഴുവനും കിരീടത്തിലായിരുന്നു. ഈ കിരീടം താഴെ വീഴരുത്. അദ്ദേഹം ധാരാളം പരിശ്രമിക്കേണ്ടി വന്നു. പല സ്ഥലത്തും തലകുനിക്കേണ്ടി വന്നു. പക്ഷെ തലകുനിക്കുമ്പോൾ കിരീടം താഴെ വീഴരുത്. ചെടികൾക്കിടയിലൂടെ നടക്കുമ്പോൾ കിരീടം എന്ത് ചെയ്യും? അവിടെ ഇവിടെയൊക്കെ ഉടക്കും. അത് അപ്പോഴും താഴെ വീഴാൻ പാടില്ല. ആഹാരം പാകം ചെയ്യുമ്പോൾ കയ്യൊക്കെ പൊള്ളും. അപ്പൊ എന്താണ്, പെട്ടെന്ന് അത് ചെയ്യാൻ പോകുമ്പോൾ കിരീടം താഴെ വീഴരുത്. രോഗികളുടെ സേവനം ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും. അപ്പൊ കിരീടം താഴെ പോകരുത്. അങ്ങനെ എല്ലാ രീതിയിലും അദ്ദേഹം അച്ഛൻ തന്നെ ഏൽപ്പിച്ച ജോലികളൊക്കെ ചെയ്യുകയും ആ തലയിൽ ധരിച്ചിരിക്കുന്ന കിരീടം താഴെ പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
വൈകിട്ട് ആ മകൻ രാജകൊട്ടാരം തിരിച്ചെത്തി. ആ കുട്ടിയുടെ കണ്ണുകളിൽ അത്രയധികം തിളക്കമുണ്ടായിരുന്നില്ല, പക്ഷെ ഒരു ദാർഢ്യമുണ്ടായിരുന്നു, ഒരു ഉറച്ചു മനസ്സോടുകൂടി. അവൻ പറഞ്ഞു, അച്ഛാ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഈ കിരീടം കേവലം സ്വർണത്തിൻ്റെതല്ല, ഇത് ത്യാഗം കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിനെ നിരന്തരം നിലനിർത്തുക, പരിപാലിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു അധികാരം മാത്രമല്ല, അതൊരു തപസ് കൂടിയാണ്. രാജാവ് പറഞ്ഞു. മകന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ കാരണത്താൽ തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, കിരീടവും സിംഹാസനവും സദാ നിലനിർത്തൂ. ഇത് കേവലം ഒരു ചടങ്ങ് പോലെ, ആചാരം പോലെ നടത്താനുള്ളതല്ല. തലയിൽ കിരീടം വെക്കുന്നു, ഒരു തൊപ്പി വെക്കുന്ന ലാഘവത്തിൽ ചെയ്യാനുള്ള കാര്യമല്ല ഇത്. ഓരോ ദിവസവും നമ്മൾ ആ കിരീടം നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം നമ്മൾ പരിപാലിച്ചു കൊണ്ടിരിക്കണം. അപ്പോ കിരീടവും സിംഹാസനവും എന്ന് പറയുന്നത് ഒരു സത്തയാണ്, ഒരു ഗൗരവത്തിന്റെ പ്രതീകമാണ്. അത് നമ്മൾ അത്ര സീരിയസ് ആയി കണക്കാക്കേണ്ടുന്ന ഒന്നാണ് ഉത്തരവാദിത്വ ബോധം എന്നുള്ളത്. ആ ഉത്തരവാദിത്വ ബോധമാണ് നമ്മുടെ ശിരസിലിരിക്കുന്ന കിരീടം. പിന്നെയോ നിരന്തരം കർമ്മകുശലത, കർമ്മശീലത, നിരന്തരം കർമ്മത്തിൽ നമ്മൾ വ്യാപൃതരായിരിക്കണം, അത് നിലനിർത്തണം. അതുകൊണ്ട് ഈ കഥയിലൂടെ ഭഗവാൻ നമുക്ക് വരദാനത്തിന്റെ സാരാംശം എന്താണെന്ന് മനസ്സിലാക്കാം. നേതൃത്വ സേവനം. അപ്പൊ സേവനം ചെയ്യുക നേതൃത്വ ഭാവത്തിലായിരിക്കണം, അധികാരത്തിലാകാൻ പാടില്ല. കാരണം കിരീടവും സിംഹാസനവും സേവനത്തിന്റെയും നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥിതിയെയും സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആ ജീവൻ മുൻപോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ആരാണോ അവർക്ക് മാത്രമേ സത്യമായ നേതൃത്വ ഭാവത്തോടുകൂടി സേവനം ചെയ്യാൻ കഴിയുള്ളൂ. മറ്റുള്ളവരുടെ മേൽ അധികാരം കാണിക്കുക, അതല്ല രാജാവ്, അതല്ല കിരീടത്തിന്റെ ദൗത്യം. പകരം അവരോടുള്ള കടമകൾ നിറവേറ്റലാണ്. ആരാണോ ഹൃദയം കൊണ്ട് അത് ചെയ്യുന്നത് അവർക്കൊരിക്കലും ശരീരത്തിന്റെ കഷ്ടപ്പാടിന്റെ ആവശ്യമേ വരുന്നില്ല. കാരണം നമ്മുടെ ഭാവന വളരെ പവിത്രമാണ്. നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും എൻഗേജ്ഡ് ആണ്. പിന്നെ ആത്മബലം തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. ഒരു കിരീടം തലയിൽ വെക്കുമ്പോൾ, ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ, ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി നമുക്ക് വേണ്ടത് ആത്മശക്തിയാണ്, ആത്മബലമാണ്, ദൃഢതയാണ്. ഞാൻ വിശേഷ ആത്മാവാണ്, ഞാൻ ഈശ്വരന്റെ കുട്ടിയാണ് എന്നുള്ള ആ ദൃഢമായ വിശ്വാസം നമ്മുടെ ആത്മാവിനെ സശക്തീകരിക്കുന്നു. പിന്നെ അടുത്തത് നിരന്തര യോഗം. അത് നമ്മുടെ ഉദ്ദേശം എന്താണ്, ആ നിരന്തര ഉദ്ദേശം അതും പാലിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പ്രാപ്തി. നമുക്ക് ലഭിക്കുന്ന പ്രാപ്തികൾ എന്താണോ, റിസൾട്ട് എന്താണോ, ആ റിസൾട്ടിനെ കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. കുറവുകളുണ്ടോ, എന്നെ കൊണ്ട് നടക്കുമോ, സംഭവിക്കുമോ, അതിലല്ല. ശ്രദ്ധ കൊടുക്കേണ്ടത് എനിക്ക് എന്താണ് നേടേണ്ടത്, ഞാനത് നേടും, അതിൽ നയിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ പ്രാപ്തികൾ എന്താണ്, അത് സ്വയം ഭഗവാനോടുള്ള കൂട്ടുകെട്ട്, ഭഗവാന്റെ സാമീപ്യം, ഭഗവാന്റെ സ്നേഹം, ഭഗവാൻ നൽകുന്ന മാർഗദർശനം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ഇത്യാദി വിഷയങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കിരീടവും സിംഹാസനം എന്ന് പറയുന്ന കേവല അലങ്കാരമല്ല, അത് നമ്മുടെ ആത്മാവിന്റെ മഹാനതയാണ്, നമ്മുടെ ആത്മാവിന്റെ സേവാഭാവമാണ്, ആത്മാവിലെ സ്നേഹത്തിന്റെ പ്രതീകമാണ്. എപ്പോൾ വരേക്കും നമ്മൾ എല്ലാവരും ഈ മൂല്യങ്ങളെ ധാരണ ചെയ്യുന്നുവോ അപ്പോൾ ആത്മാവ് സ്വാഭാവികമായും പരമാത്മാവുമായി ചേർക്കപ്പെടുന്നു. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ യുവജനങ്ങൾക്കും അവരുടെ ശിരസിൽ
വളരെ വലിയ ഉത്തരവാദിത്തത്തിന്റെ കിരീടവും ഭഗവാൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ഇരിക്കുവാനുള്ള ആത്മാഭിമാനത്തിന്റെ സീറ്റ് അതും ഭഗവാൻ നൽകിയിട്ടുണ്ട്. ഉത്തരവാദിത്വം മറക്കരുത്, ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഇത് രണ്ടും സിംഹാസനത്തിൽ ഉറച്ചിരുന്നു കൊണ്ട് കിരീടം തലയിൽ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകും. ഭഗവാൻ പറയുന്നു, കിരീടവും സിംഹാസനവും സദാകാലത്തേക്ക് നിലനിർത്തുന്ന നിരന്തര സ്വത യോഗിയായി ഭവിക്കൂ. ഓം ശാന്തി.